അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ആതിര എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. ഈ ഒരു വീഡിയോ ഒരുപാട് വൈറലായ വീഡിയോ ആണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് വല്ലാണ്ട് സന്തോഷമായി. മനസ്സിൽ ഓടി വന്നത് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരത്തിലുള്ള വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ പൊന്നു മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അവർ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ട് വളരണം, അങ്ങനെ ആകണം. നമ്മുടെ മക്കളുടെ അവസ്ഥ നോക്ക്. ഈ പെൺകുട്ടി നോക്ക്, ഓരോ മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടി അല്ലേ എത്ര കഷ്ടപ്പെടും നോക്ക്. തൻ്റെ പൊന്നു മക്കളെ, തൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി അവർ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ. വേണ്ടി അവർ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ. ഈ രണ്ട് വീഡിയോ, മറ്റൊരാളിങ്ങനെ വണ്ടി ഇങ്ങനെ തള്ളി പോകുന്ന വീഡിയോ, ഇത് മനസ്സിനെ വല്ലാത്ത വേദനിപ്പിക്കുന്ന വീഡിയോയാണ്. അതോടൊപ്പം വലിയ സന്തോഷം അതിൻ്റെ പിന്നിലുള്ള ആ മദ്രസ മക്കള്, അതുപോലെ ഈ ആതിര എന്ന് പറയുന്ന പെൺകുട്ടി. അൽഹംദുലില്ലാഹ്, ഇവർക്ക് വലിയ മാതൃകയാണ്. നമ്മുടെ മക്കൾ ഇത് കണ്ട് വളരണം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, എൻ്റെ പള്ളി, അതായത് മദീനയുടെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നാൽ വലിയ പുണ്യമാണ്, ഒരുപാട് പ്രതിഫലമുണ്ട് എന്ന് നാം പഠിച്ചവരാണ്. എന്നാൽ അതിനേക്കാൾ പുണ്യമുണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്ക് എന്ന് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി പാട്ടും പാടി അതിൽ കിട്ടുന്ന എന്തെങ്കിലും ചില്ലറ പണം കൊണ്ട് തൻ്റെ മക്കളെയും സംരക്ഷിക്കുന്ന ഈ സഹോദരി അങ്ങനെ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ശബ്ദം ഇടരുന്നത്. അങ്ങനെ അത് പൂർത്തിയാക്കാൻ പറ്റാത്ത വല്ലാത്ത സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ദൂരത്തിൽ നിന്ന് ഒരു പെൺകുട്ടി, അത് ഹാദിറ എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടി, ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വരുന്നു, സമ്മതം ചോദിക്കുന്നു, വളരെ മനോഹരമായി പാടുന്നു. മാഷാ അല്ലാഹ്, ഇതൊരു സഹായിക്കലാണ്. ഈ കുട്ടി മനോഹരമായി പാടിയതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മനോഹരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ പാട്ട്, ഈ ഗാനം എൻ്റെ പ്രിയപ്പെട്ടവർ, വളരെ ശ്രദ്ധേയായ, ഒരുപാട് കാലങ്ങൾ പഴക്കമുള്ള, ഒരുപാട് ആളുകൾ കൈമാറിയ, ചെവികളിൽ നിന്ന് ചെവികളിലേക്ക്, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് പടർന്ന ഒരു മനോഹരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ ഏറ്റവും സന്തോഷിപ്പിച്ചത് ആ കുട്ടി പാടിയത് മനോഹരമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്ന് സഹായിക്കുന്ന ആ ഒരു സന്മനസ്സുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ഇതൊക്കെ മാതൃകയാണ്. നോക്കൂ, വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ടു പോവുകയാണ്. അയാൾക്കത് തള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് മദ്രസയിലേക്ക് പോകുന്ന മക്കള് ആ പ്രായമുള്ള ആളെ ഇങ്ങനെ സഹായിക്കുന്ന ഒരു ദൃശ്യം, ഒരു കാഴ്ച. അൽഹംദുലില്ലാഹ്, ഇതാണ് മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത്. ആ കുട്ടികൾ മാതൃകയാണ്. നാം ഇത്തരത്തിലുള്ള സഹായങ്ങൾ, പാവപ്പെട്ടവർ, കഷ്ടപ്പെടുന്നവർ, ദുരിത അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാകും, നമ്മുടെ അയൽപക്കത്തുണ്ടാകും, നമ്മുടെ കുടുംബത്തിനുണ്ടാകും.
അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട് എന്നുള്ളതാണ്. നമുക്കിവിടെ വലിയ സന്തോഷകരമായ മറ്റൊരു വിഷയം, ആതിര എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. ഈ തൻ്റെ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഈ സഹോദരി മുസ്ലിമാണ്. നോക്കൂ അവരുടെ ആ ഒരു സ്നേഹം. ഇത്തരത്തിലുള്ള വീടുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ പ്രചരിപ്പിക്കേണ്ട, ഒരുപാട് വൈറലായതെങ്കിലും ഇനി വീണ്ടും ഇത് മാതൃകയാകേണ്ടതാണ്. പരസ്പരം സ്നേഹം എന്നുള്ളത് അത് ഹിന്ദു മുസ്ലിമോ അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അന്നാസു ഇഖ്വ, മനുഷ്യന്മാർ പരസ്പരം അവർ സഹോദരന്മാരാണ്. അവർ ഹിന്ദു മുസ്ലിം ഒന്നില്ല. നാം പരസ്പരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞത്, ഒരു ഹൈന്ദവ ഒരു മജൂസി ആയ ഒരു മനുഷ്യന്റെ ഒരു യഹൂദിന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ടാണ് ബഹുമാനിച്ച് എഴുന്നേറ്റ് നിന്നത്. അങ്ങനെയാണ് മുത്തായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമ്മുടെ മുമ്പിൽ കഷ്ടപ്പാട് വേദനകൾ സഹിക്കുന്നവൻ, അവൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ഒന്നും നോക്കാതെ നാം അവരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യൽ പുണ്യമുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും ആ വിദ്യാർത്ഥികൾ മദ്രസയിൽ പഠിച്ചതും, അതുകൊണ്ട് ആ പാവപ്പെട്ട വൃദ്ധനായ ആളെ സഹായിക്കാൻ അവർക്ക് സന്മനസ്സും അത്തരത്തിലുള്ള പ്രേരണകൾ വന്നത്. നോക്കൂ, ഈ ഹിന്ദു പെൺകുട്ടി എങ്ങനെ ഈ പെൺകുട്ടിക്ക് അങ്ങനെ സഹായിക്കാൻ സന്മനസ് തോന്നി? അതാണ് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മതം, ആ കുട്ടിയുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചത്. ഇത്തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുകൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഒരാൾ കെഞ്ചിച്ച് വന്ന് കഷ്ടപ്പാട് കൊണ്ട് സഹിക്കാൻ കഴിയാതെ നിങ്ങൾ ചോദിച്ചാൽ പോലും ആട്ടി ഓടിക്കുന്നവർ എത്രത്തോളം എന്നറിയോ? പെൺകുട്ടിയുടെ നിക്കാഹ്, മകളുടെ നിക്കാഹുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറയുമ്പോൾ വലിയ വലിയ സമ്പന്നന്മാർ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ കുട്ടി ഉണ്ടാക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടാണോ ഉണ്ടാക്കിയത്? അങ്ങനെ ചോദിച്ച ചില സമ്പന്നരെ പോലും നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം അഹങ്കാരത്തിന്റെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പൊന്നുമക്കൾക്ക് അള്ളാഹു സമ്പത്ത് നൽകിയാൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ച്, അതിനെ സഹായിക്കുന്നതിന് പുണ്യത്തെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് അങ്ങനെയുള്ള പാഠങ്ങൾ കിട്ടണം. അവർ ആ രീതിയിൽ അവരെ വളർത്തണം. അങ്ങനെ വളർന്നാൽ ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് വലിയ ഒരു ആശ്വാസമായിരിക്കും. അത്തരത്തിലുള്ള പാഠങ്ങൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരും ഇതുപോലെ അഹങ്കാരികളാകും മാറും. പക്ഷെ അവർ പൊതുജനങ്ങളുടെ മുമ്പിലാണെങ്കിലോ വലിയ മാന്യന്മാരാണ്. എല്ലാ സ്റ്റേജുകളിലും പേജുകളിലും ഇവർ തന്നെയാണ്. എന്നാൽ ആരെങ്കിലും ഒരു സഹായത്തിന് പോയാൽ പെരുമാറുന്ന രീതി ഇങ്ങനെയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ രണ്ട് വീഡിയോ അൽഹംദുലില്ലാഹ് വളരെ മനോഹരമാണ്. ഇതൊരു മാതൃകയാണ്. ഈ രണ്ട് മക്കളും അള്ളാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.